എൻ്റെ റോസാ ചെടിയിൽ വലിയ പൂക്കളല്ല വരുന്നത് എന്ന് പറയുന്ന എത്രത്തോളം ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ടെന്ന് നമുക്കറിയാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നതാണ്, എൻ്റെ മേടിച്ച സമയത്ത് വലിയ പൂവായിരുന്നു ചെടിക്ക് ഉണ്ടായിരുന്നത്, ഇപ്പം വരുന്ന പൂക്കളെല്ലാം വളരെ ചെറിയ പൂക്കളാണ്, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആദ്യമേ പ്ലാന്റിൻ്റെ കരുത്ത് കൂട്ടാനായിട്ട് നമുക്ക് നല്ല വളങ്ങൾ, അതായത് അടിസ്ഥാന വളങ്ങൾ കൊടുക്കുക. എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടലപ്പിണ്ണാക്ക്, ആട്ടുംകാട്ടം എന്നിവ കൊടുത്ത് പ്ലാന്റിനെ നല്ല ഉഷാറാക്കി വളർത്തിയെടുക്കുക. അതിനുശേഷമായിട്ട് വരുന്ന ചെറിയ മൊട്ടുകൾ ഒടിച്ച് കളയാൻ ശ്രമിക്കുക. രണ്ടാമത് വരുന്ന പൂക്കളിൽ അത്യാവശ്യം വലിയ മൊട്ടുകൾ കിട്ടുമെന്നുള്ള കാര്യം തീർച്ചയാണ്. നമ്മളെ നഴ്സറികളിൽ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ ടെക്നിക്കാണിത്. അതായത് ചെറിയ പൂക്കൾ ആദ്യമേ വരുന്നത് ഒടിച്ച് കളയാൻ മനസ്സില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് മണ്ടയൊന്ന് നുള്ളി വിടുന്നതിൻ്റെ കൂട്ടത്തിൽ ചെറിയ പൂക്കളുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം മൂട്ടിൽ, അതായത് ദൂരെ കൂട്ടിയിട്ട് ഒരു 10 തരി ഫാക്ടംബോസ്, അത് വെള്ളമൊഴിച്ചതിന് ശേഷമായിട്ട് ഒരു 10 തരി ഫാക്ടംബോസ് കൊടുക്കുക. അത് എന്ന് കൊടുക്കുന്നോ അതൊന്ന് അടയാളപ്പെടുത്തിയിടുക. അതിനുശേഷം ഒരു 10 ദിവസം കഴിഞ്ഞ് ഡൈഅമോണിയം ഫോസ്ഫേറ്റ് ഒരു 10 തരി അതിനും കൂടെ കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ കരിമുട്ടുകൾ വരാതിരിക്കാനായിട്ട് നമ്മൾ ഇൻഡോഫില്ല് സ്പ്രേ ചെയ്ത് കൊടുക്കണം. മാത്രമല്ല ഇതിനകത്ത് ചെറിയ പ്രാണികൾ വന്ന് നീരൂറ്റി കുടിക്കുന്നു എന്ന് ചില പൂക്കളും മൊട്ടുകളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഡാമേജ് വന്നിരിക്കും. അത് പ്രാണികൾ വന്ന് നീരൂറ്റി കുടിക്കുന്നത് കൊണ്ടാണ്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസെക്ടിസൈഡ് കറക്റ്റായിട്ട് ഒരു 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് കലക്കിയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ പൂമുട്ടുകൾ അധികം ഡാമേജ് വരാതിരിക്കാനായിട്ട് നമുക്ക് സഹായകമാകും. അതേപോലെ തന്നെ നമ്മൾ കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ചാണാനും കൂടെ മിക്സ് ചെയ്ത് 3 ദിവസം വെച്ച് പുളിപ്പിച്ച തെളി എത്ര എടുക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്തതിന് ശേഷം, ചെറിയ വാടയൊക്കെ ഉള്ള സാധനമാണ് അത്, എത്ര എടുക്കുന്നോ 10 ഇരട്ടി വെള്ളം ചേർത്ത് കുറേശ്ശെ എല്ലാ ചെടിക്കും മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് പ്ലാന്റിൻ്റെ ഒരു ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ഒക്കെ ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെ പ്രൂണിങ് കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ റോസ് നന്നായി കിട്ടത്തുള്ളൂ. ഇത്രയും കാര്യം കമ്പൽസറി ആയിട്ട് എല്ലാ മാസവും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് റോസിനെ നല്ല ഭംഗിയായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കും. പിന്നെ ഏറ്റവും പ്രധാനം പ്ലാന്റിന് നല്ല സൂര്യപ്രകാശം അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. അത് സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് കയറി വരത്തുള്ളൂ. ഇതെല്ലാം കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ്, അതായത് എപ്സം സാൾട്ട് എന്നറിയപ്പെടുന്ന മഗ്നീഷ്യം സൾഫേറ്റ് 1 സ്പൂൺ 5 ലിറ്റർ വെള്ളത്തിലിട്ട് നല്ല വൃത്തിയാവണ്ണം കലക്കുക. അതിനുശേഷം കുറേശ്ശെ എല്ലാ മൂടുകളിലും കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. അത് 1 മാസത്തെ ഇടവേള കഴിഞ്ഞതിന് ശേഷമായിട്ട് അടുത്ത ഒരു ടൈം ടേബിൾ തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ആഴ്ച നമുക്ക് അതേപോലെ തന്നെ എപ്സം സാൾട്ട് അല്ലെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ് 1 ടേബിൾ സ്പൂൺ 5 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം എല്ലാത്തിനും ഇലയിലും കൂടെ വീഴത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ചെയ്യുന്നത് നല്ലതാണ്. അതും കൂടി ഒന്ന് ചെയ്തു നോക്കൂ. എന്നിട്ട് ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒരു അഭിപ്രായം മെയിനായിട്ട് ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രൂപേണ അറിയിക്കൂ. അതേപോലെ തന്നെ റോസിന് വലിയ പൂക്കളില്ല എന്ന് പറയുന്ന ആളുകളുടെ ഒരു വിഷമം മാറുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. അന്നേരം ഇത്രയും ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു തന്നെയാണ് നമ്മൾ നഴ്സറിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ. അതേപോലെ പറഞ്ഞു തന്നതാണ്. പുതിയ ലോഡുകളൊക്കെ വന്നിട്ടുണ്ട്, ചെടികളൊക്കെ വരുന്നുണ്ട്. പഴയ പൂക്കളും എല്ലാം വെട്ടി വൃത്തിയാക്കി നിർത്താനായിട്ട് ശ്രമിക്കും. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷമായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ 1 ഗ്രാം യൂറിയ 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് നല്ലപോലെ ഒന്ന് കലക്കിയതിന് ശേഷം, നൈട്രജനാണ് പ്ലാന്റിനെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. നല്ല ശരീരമുണ്ടെങ്കിൽ നല്ല മനസ്സുണ്ടാവൂ എന്ന് പറയുന്നത് കണക്ക് തന്നെ നല്ല കരുത്തുള്ള സ്റ്റെമ്മുകളുണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് വലിയ പൂക്കൾ വരാനായിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് ഒരുക്കി കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെന്ന തോതിൽ എടുത്ത് നല്ലപോലെ കലക്കിയതിന് ശേഷം, യൂറിയയാണ് പറഞ്ഞത്, നന്നായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പ്ലാന്റിൻ്റെ ഇലയിലും കൂടെ ലൈറ്റായിട്ട് വീഴത്തക്ക രീതിയിൽ ചെയ്ത് കൊടുക്കുക. അത് യൂറിയ കണ്ടൻ്റ് ഉണ്ടെങ്കിൽ ഏതാണ്ട് എത്ര പറയുന്നത് 40% 47% നൈട്രജൻ അതിനകത്ത് നിന്ന് കിട്ടും. അന്നേരം നല്ല കരുത്തുള്ള സ്റ്റിക്കുകൾ ഉണ്ടാവാൻ അല്ലെങ്കിൽ സ്റ്റെം ഉണ്ടാവാനായിട്ട് അത് പ്രയോജനപ്പെടുത്തിയെടുക്കാൻ പറ്റും. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെയുള്ള കിടിലം ഒരുപാട് ടിപ്സ് നമ്മളെ ചാനലിലുണ്ട്, നിങ്ങൾ കയറി കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ എന്തിനെ പറ്റിയെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റിൽ അറിയിക്കുക.
അന്നേരം ഈ ഇന്നത്തെ വീഡിയോ കണക്ക് തന്നെ ഒരുപാട് വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അന്നേരം എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി. താങ്ക് യു.